ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ക്യാപ്സിക്കം ബജ്ജി. അപ്പം സ്വതവേ നമ്മൾ അങ്ങനെ കാണാത്തൊരു സംഭവമാണ് അല്ലേ. ഞങ്ങളിത് വീട്ടിൽ എൻ്റെ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കഴിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്നാക്ക് ഐറ്റം തന്നെയാണിത്, ഒരു മെയിൻ സ്നാക്ക് ഐറ്റം തന്നെയാണിത്. അപ്പൊ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാല്, ക്യാപ്സിക്കം കണ്ടോ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക, ഉള്ളിലത്തെ ആ കുരു ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിന് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്, വെളിച്ചെണ്ണ ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കടലപ്പൊടി, മൈദപ്പൊടി, കോൺ സ്റ്റാർച്ച്. നമ്മളിവിടെ അതായത് നമ്മുടെ നാട്ടിൽ കോൺഫ്ലോർ എന്ന് പറയുന്നതല്ല കേട്ടോ ഇവിടെ കിട്ടുക. ഇവിടെ കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളപ്പൊടിയാണ് കിട്ടുന്നത്. അപ്പൊ കോൺ സ്റ്റാർച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോൺ സ്റ്റാർച്ചിന് ഇപ്പൊ ഇല്ല വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുത്തോളൂ, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടി, അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ആഡ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കാം. കുറേശ്ശെ ആഡ് ചെയ്താൽ മതി, വല്ലാണ്ട് ലൂസാവരുത് നമ്മുടെ ബാറ്റർ. സോ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. വെളിച്ചെണ്ണേന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, എന്താ വിചാരിക്കണ്ട കേട്ടോ. ഇന്നലെ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണേന്റെ കൂട്ടത്തിൽ എടുത്തതാണ്. അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും ഞാൻ, പക്ഷെ നമ്മൾ എത്ര വെച്ചിട്ടാ വെളിച്ചെണ്ണ കളയാൻ പറ്റുക. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ കൂടെ എടുത്തതാണ്. അതാണ് ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളത്. അപ്പം വെളിച്ചെണ്ണ ചൂടാവട്ടെ, നമുക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് വറുത്തെടുക്കാം. ചിലര് ഈ ബാറ്ററിൽ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പൊരിക്കുന്ന കാണാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഓരോന്നായിട്ട് അപ്പം എടുത്തിട്ടാണ് ഇതാക്കുക. അപ്പൊ എന്തായാലും എണ്ണ ചൂടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബാറ്ററിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഫുള്ളായിട്ട് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് പിന്നെ അധികം വേവൊന്നുമില്ല കേട്ടോ ക്യാപ്സിക്കത്തിന്. ക്യാപ്സിക്കം നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ കണ്ടിട്ടില്ലേ, വല്ലാണ്ട് വേവിക്കൊന്നും ചെയ്യാണ്ടല്ലേ ഇടുക. അപ്പം പെട്ടെന്ന് റെഡിയാവും. ഇത്രയാവാണ്ട് വളരെ പെട്ടെന്ന് കഴിയും. ഇതങ്ങ് നമുക്ക് കോരാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പം നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കൂ, ഇത്രയും എണ്ണ ബാക്കിയുണ്ട്. അത് കംപ്ലീറ്റ് എന്താ പറയുക, ഒട്ടും കുടിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമുക്ക് അതിന്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ക്രിസ്പി വെറൈറ്റി ബജ്ജി, അതായത് നമ്മുടെ ക്യാപ്സിക്കം ബജ്ജി റെഡി ആയിട്ടുണ്ട്. വെരി ഈസി ഉണ്ടാക്കാൻ. അത് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്താൽ ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല. പിന്നെ അത് വറുത്ത് കോരാനും ഇടുക, ഒന്ന് ജസ്റ്റ് മറിച്ചും തിരിച്ചു ഇടുക, കോരുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് വേവാൻ ഉള്ള ടൈമോ അങ്ങനത്തെ ഒന്നുമില്ല. വെരി ഈസിയാണ്, ഒട്ടും ടൈം കൺസ്യൂമിങ് അല്ല. അപ്പോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, അതിന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.